നമസ്കാരം. അവർ ടി വി 24/7 ഞാനും എൻ്റെ കലയും എന്ന സെഗ്മെൻറ്റിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഷിജു ചാവക്കാടാണ്. പിന്നണി ഗായകനാണ്. നമസ്കാരം ഷിജു. നമസ്കാരം ഷിജു, പിന്നെ പ്രവാസ ജീവിതത്തിൽ എത്തിയതിന് ശേഷമാണ് ഈ കലാലോകത്തേക്ക് വരുന്നത് അല്ലേ? അതെ അതെ. എത്ര വർഷമായി ശരിക്കും പ്രവാസിയായിട്ട്? പ്രവാസിയായിട്ട് ഇപ്പോൾ 17 വർഷമായി. 17 വർഷമായിട്ട് ദുബൈയിലാണ്. പിന്നെ ദുബൈയിലാണ്, മെഡിക്കൽ ഫീൽഡുമാണ്. അതെ അതെ, മെഡിക്കൽ ഫീൽഡാണ്. ആദ്യത്തെ ജോബ് മെഡിക്കൽ അല്ലായിരുന്നു, സെക്കൻഡ് ജോബ് മെഡിക്കൽ ഫീൽഡായിരുന്നു. അവിടെ ഒരു ഏകദേശം ഒരു അറൗണ്ട് 9 years എബവ് ഉണ്ടായിരുന്നു. ആസ്ട്രലായിരുന്നു വർക്ക് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ഇവിടെ ഐറിസ് ഇമേജിംഗ് ഡയഗ്നോസ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു സെൻറ്ററിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓ ഗ്രേറ്റ്. ഈ ശരിക്കും ഷിജുവിനെ കുറിച്ച് ഞാൻ അറിയുന്നതെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കൊക്കെ സ്കാനിങ്ങും മറ്റൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ അറിയുന്നത്. ഓക്കെ ഓക്കെ. അത് നമ്മൾ ആസ്ട്രലാണെങ്കിലും ഇവിടെ ഇപ്പോൾ ഐറിസിലാണെങ്കിലും നമ്മൾ മാക്സിമം പേഷ്യൻസ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫീൽഡ് ആയതുകൊണ്ട് നമ്മൾ പേഷ്യൻസിന് കൂടുതൽ വാല്യൂ കൊടുത്ത് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ എല്ലാം സപ്പോർട്ട് ചെയ്യും. ഓ ഗ്രേറ്റ്. പിന്നെ ഈ കലയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഷിജു ശരിക്കും ആദ്യമായിട്ട് എപ്പോഴാണ് ഒരു ആൽബം പുറത്തിറക്കിയത്? ഞാൻ ആൽബം പുറത്തിറക്കുന്ന സമയം ചെന്നൈയിലുള്ള സമയത്താണ്. ചെന്നൈയിൽ 2005-06 ആ വർഷത്തിലായിരുന്നു ചെന്നൈയിലുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഫസ്റ്റ് ആൽബം സെൻറ്റ് ജോസഫ് ചർച്ചിൻ്റെ കെയർ ഓഫിലുള്ള ഒരു കാനാൻ ദേശം എന്ന് പറഞ്ഞൊരു ആൽബത്തിലായിരുന്നു ആദ്യം അഭിനയിച്ചത്, പാടിയത്. അതിൽ നല്ലൊരു പാട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു സോങ്. അത് ഒരു മലയാളം മിക്സ് തമിഴ് അങ്ങനെയായിട്ടുള്ളൊരു സോങ് ആയിരുന്നു അത്. പാട്ട് നേരത്തെ പള്ളിയിൽ കൊയറൊക്കെ പാടുമായിരുന്നു? ഉണ്ട്. ഇവിടെ ദുബായ് പള്ളിയിൽ ഉണ്ടായിരുന്നു. ഒരു 6-7 വർഷത്തോളം പാടിയിട്ടുണ്ട് ദുബായ് പള്ളിയിൽ. ഓക്കെ. ഓരോ സമയം ചെല്ലുമ്പോഴും പുതിയ പുതിയ ക്രിസ്തീയ ഭക്തിഗാനങ്ങളാണ് കൊണ്ടുവരുന്നത്. കൂടുതലും ഡിവോഷൻ സോങ്സ് അതാ പാടിയിട്ടുള്ളത്. അത് ദൈവത്തോടുള്ള കൂടുതലുള്ള ആരാധന അത് കാരണമായിട്ടുണ്ട്. മെയിനായിട്ട് തന്നെയാണ്. പക്ഷെ നമുക്ക് അതിൽ ഒരുപാട് നമുക്ക് ലൈഫിൽ അതെ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഓരോ ആൽബം ചെയ്യുന്ന പിറകിൽ അതിൻ്റെ ഒരു സ്റ്റോറികളുണ്ട്. അതാണ് മെയിനായിട്ട്. ഫസ്റ്റ് പിന്നെ അതിന് ശേഷം ഞാൻ ഒരു നമ്മൾ പള്ളിക്ക് വേണ്ടിയിട്ട് ആൽബം ചെയ്തിരുന്നു, എൻ്റെ തോമസ് ലേഹ എന്ന് പറഞ്ഞിട്ട്. അത് നല്ല അത്യാവശ്യം ഒരുപാട് നമ്മളെ ഇടവകാംഗങ്ങളെല്ലാവരും അംഗീകരിച്ചു ആ പാട്ട്. നമ്മൾ പള്ളികളൊക്കെ പാടി ഓരോ പ്രോഗ്രാമിനും അങ്ങനെല്ലാം നല്ലതായിട്ടുള്ള അനുഗ്രഹമുണ്ട് തോമസ് ലീഗാരെ. ഈ 18 വർഷം ഈ പീരീഡിനിടയിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 30-നോടടുത്ത് ആൽബം ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ പേഴ്സണലി ഉള്ള സോങ്സ് ഒരു 17 ഇപ്പോൾ 3 ഇപ്പോൾ അപ്കമ്മിങ് ആണ്. അപ്പോൾ അതിൽ പിന്നെ ഒരു മെയിനായിട്ട് ദൈവം അനുഗ്രഹിച്ചതെന്ന് വെച്ചാൽ ഒരു ഫിലിമിൽ പാടാനായിട്ട് പറ്റി. അത് 2012 പാടിയിരുന്നു ഞാൻ ഒരു തമിഴ് മൂവിയിൽ, വിൻ എന്ന് പറഞ്ഞ മൂവിയിൽ പാടി. പക്ഷെ എന്തോ ഒരു ഇത് പക്ഷേ നമുക്ക് റിലീസ് ചെയ്തില്ല. അത് പടം റിലീസായില്ല, പക്ഷെ പാട്ട് റിലീസായി, സോങ് റിലീസായിരുന്നു. ഏതായാലും ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും ആ ഫിലിം റിലീസ് ആയേക്കാം. അതെ അതെ അതെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ട് MB നിഷാദിൻ്റെ ഒരു പുതിയ മൂവിയിൽ ഒരു പാട്ട് ഇപ്പോൾ പാടിയിട്ടുണ്ട്. ട്രേസിംഗ് ഷാഡോ എന്നാണ് മൂവിയുടെ പേര്. അപ്പോൾ അതിൽ നമുക്കെല്ലാം പ്രിയപ്പെട്ട ഭാവഗായകൻ ജയന്തൻ സാറും അതിൽ പാടിയിട്ടുണ്ട്. പിന്നെ ശ്രീനിവാസ് സാറും പാടിയിട്ടുണ്ട്, ചെന്നൈയിലുള്ള ശ്രീനിവാസ് സാർ. രണ്ടുപേരും മെയിനായിട്ട് മെയിൽ വായിട്ട് അവർ രണ്ടുപേരും പാടിയിട്ടുള്ളത്. പിന്നെ എൻ്റെ ഒരു സോങ്ങും അതിലുണ്ട്. അങ്ങനെ അതേതായാലും ആ സിനിമ റിലീസായത്, അപ്പം അതിലൂടെ ഒരു ശരിക്കും പിന്നണി ഗായകനായി തന്നെ കൂടുതൽ കൂടുതൽ ഇതിലോട്ട് എത്തട്ടെ. പിന്നെ ഈ 30ഓളം ഇത് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്, ആൽബങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ എല്ലാം പ്രിയപ്പെട്ടതാണ്, ഒരിക്കലും നമുക്ക് ഇതാണോ അങ്ങനെ പറയാൻ പ്രിയപ്പെട്ടതാണ്. അപ്പം അതിൽ ഒരു പാട്ട് ഒന്ന് 2 വരി ഒന്ന് പാടാവും. അതിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മളെ ഇടവകയ്ക്ക് വേണ്ടിയിട്ട് പാടിയ എൻ്റെ തോമസ് ലിയ എന്ന പാട്ടാണ് കുറിച്ച് എല്ലാവരും അറിയപ്പെടുന്നത്. പ്ലസ് കരുണാമയൻ എന്ന ആൽബത്തിൽ ആ ഒരു പാട്ടുണ്ട്, മെഴുകുതിരി പോലെ ഒരുക്കിത്തീർന്നാരും എന്നുള്ളൊരു പാട്ടുണ്ട്. ആ 2 പാട്ടാണ് ഇപ്പോൾ ഹിറ്റ്. അതായത് എൻ്റെ തോമസ് ലിയത്തെ പാട്ട് 2 വരി ഞാൻ പാടാം. വിശ്വാസ ഗോപുരം വിശുദ്ധ ഗോപുരം പിറന്ന മണ്ണിൽ നിന്ന് വചനമാധുര്യം ഹൃദയനാദമായി പകർന്ന മണ്ണിൽ നിന്ന് ഒരു സ്വരമായി. അതുപോലെ തന്നെ വേറൊരു പാട്ട് ഉള്ളത് ചില കരുണാമയൻ എന്ന ആൽബത്തിൻ്റെയാണ്. അത് മെഴുതിരി പോലെ ഉരുകിത്തീർന്നാലും കരിയില പോലെ എരിഞ്ഞമർന്നാലും ഹിമകണം പോലെ അലിഞ്ഞു തീർന്നാലും
നിനക്കു വേണ്ടി എങ്കിലതെൻ്റെ ഭാഗ്യം, നിൻഹിതമെങ്കിലോ അതി മധുരമയം. ആ പാട്ട് സൂപ്പർ. അതെ. അപ്പം എല്ലാം പ്രിയപ്പെട്ട പാട്ടുകളാണ്. അപ്പം അതിൽ ജസ്റ്റ് 2 എണ്ണമാണ്. അതെ അതെ, ഇത് എല്ലാം ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഇറങ്ങാനുള്ളത് വെച്ചാൽ എൻ്റെ ഔസേപിതാവ് എന്ന് പറഞ്ഞ ഒരു ആൽബം ഇറക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മാതാവിൻ്റെ സോങ്ങും. ഈ നമ്മുടെ പ്രവാസത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തിരക്കുള്ളവരാണ്. ഈ തിരക്കിനിടയിലും ശരിക്കും ഇതെങ്ങനെയാണ് ഈ സമയം കണ്ടെത്തുന്നത്? സമയം നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യണം. നമുക്കിപ്പോൾ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മൾ കമ്പനി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി എൻ്റെ ബോസ്, അവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക്. ഞാൻ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പുള്ളി വളരെ പ്രസൻ്റായിട്ട് പറഞ്ഞു, നോ പ്രോബ്ലം ഷിജു യു ക്യാൻ അറ്റൻഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വളരെ. കമ്പനിയുടെ പേരെന്താണ് പറഞ്ഞത്? ഐറിസ് ഇമേജിംഗ് ഡയഗ്നോസ് സെൻറ്റർ, സ്കാനിങ് സെൻ്റർ ആണ്. സ്കാനിങ് സെൻ്റർ. അപ്പോൾ ഞാനതിൽ മാനേജറായിട്ട് ഇപ്പോൾ 5 വർഷം. സ്കാനിങ് സെൻ്റർ ആകുമ്പോഴേക്കും നമുക്ക് മറ്റുള്ള ഹോസ്പിറ്റലിൽ നമുക്ക് അതെ മെയിൻലി നമ്മൾ ഹോസ്പിറ്റലിൽ, ക്ലിനിക്ക്, ഇവിടെയുള്ള പേഷ്യൻസ്, അതായത് കൂടുതലുള്ള പേഷ്യൻസിന് നമ്മൾ ഇവിടേക്ക് റെഫർ ചെയ്ത് വരുന്ന പേഷ്യൻസിന് നമ്മൾ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവർക്ക് സ്കാനിങ്ങും അതുപോലെ തന്നെ ഓപ്പൺ MRI എല്ലാം ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തു വിടുകയാണ് നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പം സ്കാനിങ്ങിന് റെഫർ ചെയ്യപ്പെട്ട ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇപ്പം ഷിജുവിനെ ഡയറക്റ്റ് വിളിക്കണമെങ്കിൽ നമ്പർ കൊടുത്താൽ അത് വിളിക്കാൻ ഒരു കുഴപ്പമില്ല. ആർക്കെങ്കിലും എനി ഹെൽപ്പ് സ്കാനിങ് സെന്റർ ഒരു കുഴപ്പമില്ല. സന്തോഷമുള്ളൂ. അത് മറ്റൊരാൾക്ക് ഒരു പക്ഷേ സപ്പോർട്ടാണ്. ഇത് ഈ നമ്മുടെ പ്രോഗ്രാം കാണുന്ന ആർക്കും ഷിജുവിനെ ആക്സസ് ചെയ്യാം, യുഎഇയിലുള്ളവർക്ക്. തീർച്ചയായിട്ടും അതൊരു നല്ല ഒരു ഇതാണ്. കാരണം ഷിജു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അതെ അതെ അതെ. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരുപാട് ഇപ്പോൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ ഫീൽഡായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 15 വർഷം ഓൾമോസ്റ്റ് ആയി ഹോസ്പിറ്റൽ ഫീൽഡ്, മെഡിക്കൽ ഫീൽഡായിട്ട് തന്നെ 15-16 വർഷമായി ഇപ്പോൾ. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മളെ അതൊരു പാഷനായിട്ടും കൂടിയാണ് എനിക്ക്. അതായത് ഒരുപാട് നമ്മൾ പേഷ്യൻസിന് കെയർ കൊടുക്കണം. അതായത് നമ്മൾ അനുഭവിച്ചത് വേറെ ആൾക്ക് വരാൻ പാടില്ല. അതാണ് നമ്മളെ മെയിനായിട്ടുള്ള ഒരു. ശരിയാണ്. പ്രത്യേകിച്ച് പ്രവാസത്തിൽ വരുമ്പോൾ ഓരോ കാര്യത്തിലും ആരെങ്കിലും ആശ്രയിച്ചേ പറ്റും. പക്ഷേ നമുക്ക് കറക്റ്റ് ഗൈഡ് ലൈൻ കിട്ടിയില്ലെങ്കിൽ ആ ഒരു നമ്മൾ ട്രബിളിലായി. അതിന് ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞ ആസ്ട്ര ആ ഗ്രൂപ്പിനാണ്, DM ഹെൽത്ത് കെയർ ഗ്രൂപ്പിനാണ്. അവിടെ നിന്നാണ് ഞാനെല്ലാം ബേസിക് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം പഠിച്ചെടുത്തത്. അതായത് നമ്മൾക്ക് മെയിനായിട്ട് പേഷ്യൻസ് കെയറിനെ കുറിച്ചുള്ള ക്ലാസ്സും അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ ആസ്റ്റർ നിന്നാണ് പഠിച്ചത് കൂടുതൽ. അപ്പോൾ അതിന് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് DM ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്. ഏതായാലും അത് ഇതുപോലെ എല്ലാവർക്കും ട്രെയിനിങ് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൽ എത്ര പേര് ഒരു പബ്ലിക് സർവൻ്റ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലാണ് ഷിജുവിനെ അഭിനന്ദനം അറിയിക്കുന്നത്. കാരണം ഷിജു ഡെഡിക്കേറ്റഡ് ആയിട്ട് മറ്റുള്ളവരെ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം, ഒരാൾ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനൊരു പേഷ്യൻ്റ് ഉണ്ട്, അവർക്കൊരു സപ്പോർട്ട് വേണം, അവരുടെ സാമ്പത്തികമായി ഇന്ന പ്രശ്നമാണെന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ സ്കാനിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഷിജുവിന് വേണമെങ്കിൽ ഓക്കെ നിങ്ങൾ ഇന്നടുത്ത് പൊക്കോളൂ, പക്ഷെ അതല്ല ഇങ്ങ് വരൂ നമുക്ക് ഇന്നതിനെ ചെയ്യാം എന്നൊരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഒരു വലിയ കാര്യമാണ്. അതാണ് എല്ലാവരുടെ സിറ്റുവേഷൻ നമുക്കറിയാം. അപ്പം എല്ലാവരും ഇപ്പോൾ ഈ കാഷ്വൽ ടീം ആയിരിക്കണം എന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ അതിൽ ഇപ്പോൾ നമുക്ക് ഈ ലേബർ ടീം ക്യാമ്പുകളിലെ കുറേ നല്ല അതായത് പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളെയും ബന്ധപ്പെടും. പിന്നെ ഒരുപാട് ക്ലിനിക്കുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് എല്ലാ ഡോക്ടേഴ്സും എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും നമുക്ക് നല്ല സപ്പോർട്ടാണ്. അങ്ങനെ അപ്പം ഇത് അങ്ങനെ പോകുന്നു. എൻ്റെ ഇടയിൽ കൂടെ കലാലോകത്ത് പോകുന്നു. അതുപോലെ തന്നെ ഇവിടെ പല സ്റ്റേജ് ഷോയിലും ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് എൻ്റെ പ്രോഗ്രാം വരുന്നത് പണ്ട് ഒരു മെലഡി ബൈറ്റ്സ് എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നില്ലേ, എനിക്കൊന്ന് കൈരളി ചാനലാന്ന് തോന്നുന്നു. അവിടെ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് 2011. അതിൽ ഞാൻ അന്ന് ഒരു നല്ലൊരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അന്ന് ലേഖാജിയായിരുന്നു ഇൻ്റർവ്യൂ എടുത്തിരുന്നത്. അതിനുശേഷം പിന്നെ NTV ചാനലിലാണ് എനിക്ക് വന്നത്. പിന്നെ ജനം ചാനലിലും ഞാൻ ഒരു ഇൻ്റർവ്യൂ ഒരു സോങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ സൂര്യ TV അതിൽ 2-3 ഇൻ്റർവ്യൂ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ല അതെല്ലാം ഇപ്പം നമുക്ക് ഓരോ പ്രാവശ്യവും നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യണം. പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമയമാണ് കുറവ്. സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഓടിയെത്താവുന്ന കുറേ മേഖലകളുണ്ട്. നന്നായി പാടുന്ന ഒരു പാട്ടുകാരൻ, ട്രഡീഷണൽ അതായത് ക്രിസ്തീയ ഭക്തിഗാനം ആൽബംസ് ചെയ്യുന്നു. പക്ഷെ എന്നാലും സ്റ്റേജ് ഷോയിൽ ഞാൻ കണ്ടിട്ടുള്ള നല്ല ഫിലിം സോങ് എനിക്ക് ഒരുപാട് ഇഷ്ടം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ശ്രീരാഗമോ എന്നുള്ള പാട്ട്. അതിൻ്റെ 2 വരി ഒന്ന് ഞാൻ പാടാം.
ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂപാളമായി നിൻ രാഗമോ പൂമാനമായി എൻ മുന്നിൽ നീ പുലർക്കന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. പിന്നെ അതുപോലെ തന്നെ ഒരുവിധമല്ല പഴയ ഒരു ഇത് എൻ്റെ ഫാദറെ എൻ്റെ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ ബാക്ക്ഗ്രൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ അമ്മയുടെ അമ്മ നല്ലൊരു പാട്ടുകാരിയാണ്. പിന്നെ എൻ്റെ ഫാദർ നല്ല ലിസണർ, നന്നായി ഒരുപാട് എനിക്കൊന്നൊരു 10,000 പാട്ടുകൾ പുള്ളിയുടെ കയ്യിൽ കളക്ഷൻ ഉണ്ട്. പഴയ സോങ്സ് സോമൻ സാറിൻ്റെ കാലത്തൊക്കെ ഉള്ള ആ സമയത്തുള്ള സോങ്സ് പുള്ളിയുടെ കയ്യിലുണ്ട്. അതായത് പുള്ളി ശരിക്കും പറഞ്ഞാൽ അന്നത്തെ സമയത്ത് കാസറ്റുകൾ എല്ലാം ഉണ്ട്. എത്ര റൂം ഒരുപാട് പണ്ടത്തെ കാസറ്റ് ഉണ്ട് ഫാദറിന് ഒരുപാട്. അതിൽ ഹിന്ദി ഉണ്ട് കേട്ടോ. ഹിന്ദി സോങ്സും പുള്ളി ഭയങ്കര എൻജോയ് ചെയ്യണം. അപ്പോൾ അവിടെ നിന്നായിരിക്കും ഇതിൻ്റെ നമ്മൾ ഈ കേൾക്കുകയും, അതായത് നമ്മുടെ ഗ്രാൻഡ്മായും ഫാദറിന്റെ കളക്ഷനും എല്ലാം കൂടി വീട്ടില് ഇതിന്റെ ഒരു ഉണ്ട്. പിന്നെ നമ്മൾ ഈ വീട്ടിലൊക്കെ പ്രെയർ ഒക്കെ ഉണ്ടാവില്ലേ, എല്ലാ ദിവസവും ഈവനിങ് നമുക്ക് പ്രെയർ ഉണ്ടാവും. അന്ന് നമ്മൾ ഈവനിങ്ങിൽ പാട്ട് നമ്മൾ പാടിക്കൊള്ളണം. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഡെയിലി പാടിയിട്ട് പിന്നെ കൂടുതൽ ആ ഒരു അങ്ങനെ കിട്ടി. പിന്നെ സ്കൂൾ ലെവലിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ആ ടീമാകുമ്പോൾ നമ്മൾ ഫീൽഡായിട്ടുള്ള പാട്ടുകളാകും പാടുക കൂടുതൽ. പിന്നെ നമ്മുടെ സ്കൂളിൽ നിന്നും മറ്റുള്ള സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ വരയ്ക്കും, കുറച്ചൊക്കെ ചെറുതായിട്ടൊക്കെ വരയ്ക്കാനാണ്. അപ്പോൾ വരയായിട്ടും പിന്നെ അതുപോലെ പാട്ടുമായിട്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് ഈ കലോത്സവത്തിനായിട്ട് മറ്റുള്ള പോയിട്ടുണ്ട്. ഷിജു, പാട്ടിനെ കുറിച്ച് നമ്മൾ ഇതൊക്കെ സംസാരിച്ചു. അപ്പം ഷിജുവിന്റെ കുടുംബത്തെ കുറിച്ച് ഷിജുവിന്റെ ഡീറ്റെയിൽ ആയിട്ട് അത് ചോദിച്ചിട്ടില്ല. അപ്പം അതൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. കുടുംബത്തിലെ എനിക്ക് അപ്പച്ചനമ്മ, പിന്നെ അവരെ വീട്ടില് വൈഫിന്റെ വീട്ടില് പപ്പ അമ്മ അവരെ, പിന്നെ വൈഫ്, ഞാൻ, എൻ്റെ 3 മക്കള്. മൂത്ത മോളുടെ പേര് ആൻഡ്രിയ, പിന്നെ ആസ്ട്രിയ, പിന്നെ എബ്രിയ. 3 മക്കളാണ്. വളരെ വ്യത്യസ്തമായ പേരുകളാണ് 3 ആളിലെ. പിന്നെ 2 ബ്രദേഴ്സ് ഉണ്ട് എനിക്ക്. ഒന്ന് ചേട്ടൻ്റെ പേര് ബിജു, അനിയൻ്റെ പേര് റൈജു. ബ്രദേഴ്സ് ഒരാൾ ഇവിടെ ബിസിനസ് ഉണ്ട്, ഒരാൾ നാട്ടിലാണ്. പുള്ളി ഇപ്പോൾ റീസെൻ്റ്ലി വരാൻ ഒരു പ്ലാനിങ്ങിൽ നിൽക്കുകയാണ്. പിന്നെ മോള് പാട്ട് പാടും അല്ലെങ്കിൽ വൈഫ് പാടും? 3 ആളും ചെറുതായിട്ട് പാടും. ഞങ്ങളിപ്പോൾ ഒരു റീസെൻ്റ്ലി ഒരു അമ്മേനരികിൽ ഞാൻ എന്നൊരു ആൽബം ഇറക്കിയിരുന്നു. അത് ഞാൻ ട്യൂൺ ചെയ്ത്, അതായത് മ്യൂസിക് ചെയ്ത്, വൈഫ് എഴുതി, മക്കള് അത് പാടി. അങ്ങനെയായിട്ട് ഒരു ആൽബം അതായത് ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരു പാട്ട് ചെയ്തിരുന്നു. ഗ്രേറ്റ് ആയ കാര്യമാണ്. പിന്നെ മോൾ അത്യാവശ്യം 3 പേരും പാടും അല്ലേ? മൂത്ത മോളും രണ്ടാമത്തെ മോളും പാടും. ചെറുത് പിന്നെ ആയിട്ട് വരുന്നുള്ളൂ. അവരൊക്കെ ഏത് ക്ലാസ്സിലാണ്? മൂത്ത മോള് 7th, സെക്കൻഡ് അവള് രണ്ടാമത്തോള് 5th, ഏറ്റവും ലാസ്റ്റ് 1st സ്റ്റാൻഡേർഡ്. ഓക്കെ. ഏതായാലും ഷിജു ചാവക്കാട് എന്ന ഈ ഒരു കലാകാരൻ OUR-TV 24/7 വരികയും കുറച്ചു നേരം നമ്മളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്തതിൽ ഒരുപാട് നന്ദി. കൂടുതൽ ആൽബം മാത്രമല്ല, നമ്മുടെ മലയാള സിനിമയിലും അല്ലെങ്കിൽ തമിഴ് സിനിമയിലും ഒക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ. അടുത്ത് നമ്മൾ വരുമ്പോൾ നല്ലൊരു ഫ്രെയിം, അതായത് ഒരുപാട് ഇതിലേക്ക് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ തീർച്ചയായും മറ്റുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന അത് നല്ല മനസ്സുള്ളവർക്കേ അങ്ങനെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനും OUR-TV 24/7 പേരിൽ ഒരുപാട് നന്ദി. Thank you so much. Thank you.